നമസ്കാരം. അങ്ങനെ വലിയൊരു നിരാശയിലായി പോയി. നമ്മുടെ സൂര്യ നായകനായിട്ടെത്തുന്ന കറുപ്പെന്ന സിനിമ കാണാൻ വേണ്ടി രാവിലെ കുളിച്ചൊരുങ്ങി റെഡിയായി തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും സിനിമ ഇല്ല എന്നുള്ളൊരു വാർത്തയാണ് കേട്ടത്. സംഭവമൊന്നുമല്ല, സൂര്യയുടെ നേരത്തെ ചെയ്തിട്ടുള്ളൊരു സിനിമയുടെ പ്രൊഡ്യൂസർ, അവരുടെ ഒരു പ്രൊഡക്ഷൻ കമ്പനി അവർക്കെന്തോ ഫണ്ട് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ 9 മണിക്കായിരുന്നു കേരളത്തിലും മൊത്തത്തിൽ ഷോ 9 മണിക്കായിരുന്നു. വലിയൊരു നിരാശയായി എന്ന് വേണം പറയാൻ. കങ്കുവ എന്ന സിനിമയ്ക്ക് ശേഷം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സൂര്യയുടെ ഒരു സിനിമ എത്തുന്നത്. പോരാത്തിന് ഈ സിനിമ വലിയ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഒരു കൺഫേം ഇത് വിജയിക്കും എന്ന് ഉറപ്പുള്ള സിനിമ. ഇതിൻ്റെ ട്രെയിലർ കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. മാസും ക്ലാസും ഇമോഷണലും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഗംഭീര ഒരു ട്രീറ്റ് തന്നെയായിരിക്കും കറുപ്പെന്ന സിനിമയിലെ സംശയം. കാരണം ഇത്തരം കഥാപാത്രങ്ങൾ, ഇങ്ങനത്തെ ഈ ഒരു നാടൻ സ്റ്റൈല് കഥാപാത്രങ്ങളോടൊക്കെ സൂര്യ ആപ്റ്റാണ്. പൊളിച്ചടുക്കും അത്. നമ്മുടെ സൂര്യ, അതുപോലെ തന്നെ തൃഷയാണ് ഇതിനകത്ത് നായികയായിട്ട് എത്തുന്നത്. പിന്നെ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ RJ ബാലാജി. പുള്ളി ഇതിനകത്ത് ഒരു കിഡിലൻ ക്യാരക്ടറോട് ചെയ്യുന്നത്. എനിക്കൊന്ന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു പുള്ളി ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ നിന്നുള്ള നമ്മുടെ സ്വന്തം ഇന്ദ്രൻസേട്ടൻ സിനിമയ്ക്കകത്തുണ്ട്. അതുപോലെ തന്നെ ശ്വാസിക ഉണ്ട്. പിന്നെ നമ്മുടെ മൻസൂർ അലിഖാൻ. ഇവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഒരു കോർട്ട് റൂം ഡ്രാമ സ്റ്റൈലൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് കാണിക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് കിഡിലം മാസ് എൻ്റർടൈനറാണ് സിനിമ. ആക്ഷന് പ്രാധാന്യം നൽകിയിട്ടുള്ളൊരു സിനിമയാണ്. പ്രതീക്ഷയുള്ളൊരു സിനിമ രാവിലെ തിയേറ്ററിൽ വന്ന് കാണാതെ പോകുന്നുള്ള ഒരു നിരാശയുണ്ടല്ലോ, അത് ഭയങ്കര. കാരണം രാവിലെ ഉറക്കം വേണ്ടിയിട്ട് കുളിച്ച് റെഡിയായിട്ടൊക്കെ തിയേറ്ററിലേക്ക് എത്തുമ്പോഴത്തേക്ക് പടമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ 11 മണിയോടുകൂടി സംഭവം സെറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. 11 മണിക്ക് ഷോ ഉണ്ടാവും. 7 കോടി രൂപ എങ്ങാണ്ട് ഇതിൻ്റെ ഈ സൂര്യ ചെയ്തിട്ടുള്ള മുൻപിലത്തെ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിക്ക് എന്താ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂസാണ്. അപ്പോൾ അതൊരു 10 മണിയോടുകൂടിയൊക്കെ അത് സെറ്റിൽമെൻറ്റ് ചെയ്തൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കേരളത്തിൽ ഷോ കളിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അത് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ കിഡിലൻ ആക്ഷൻ രംഗങ്ങളാണ് സിനിമയ്ക്കകത്തുള്ളത്. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തൃഷ സിനിമയിൽ വേഷമിടുന്നത്. പിന്നെ നമ്മുടെ മൻസൂർ അലിഖാൻ. അപ്പോൾ കാണാം. എന്തായാലും 11 മണിക്ക് സിനിമ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ കണ്ടിട്ട് നമ്മൾ സിനിമയെക്കുറിച്ചിട്ടുള്ള നമ്മുടെ അഭിപ്രായം പ്രേക്ഷകരോട് പറയുന്നതായിരിക്കും. അവരും പല സ്ഥലത്തും റിവ്യൂ പോലെയൊക്കെ ഇടുന്നുണ്ട്. അതായത് തമിഴ്നാട്ടിൽ ഷോ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുണ്ട്. ഒരിടത്തും ഷോ തുടങ്ങിയിട്ടില്ല. കാരണം അവിടുത്തെ ഇഷ്യൂസ് ആയതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലും ഇത് ഷോ കളിക്കാത്തത്. എന്തായാലും കാത്തിരിക്കാം 11 മണി വരെ. സിനിമ എന്തായാലും ഗംഭീര സാധനമായിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. കാരണം ഇതിനു മുമ്പ് സൂര്യ ചെയ്തിട്ടുള്ള ഇത്തരം കഥാപാത്രങ്ങളൊക്കെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇന്ദ്രൻസേട്ടൻ സിനിമയ്ക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഓൺ ഡബ്ബിങ്ങും കൂടെയാണ് ഈ സിനിമയ്ക്കകത്ത്. അത് ആ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് നടന്മാർ ഇപ്പോൾ തമിഴിൽ പോയി ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇന്ദ്രൻസേട്ടനെ കുറിച്ച് പറയണ്ടല്ലോ. കോമഡി ചെയ്ത മനുഷ്യൻ ഇന്ന് മലയാള സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളും ക്യാരക്ടറൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലും പുള്ളി ഞെട്ടിക്കും. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാമിൽ സൂര്യ പറഞ്ഞായിരുന്നു ഇന്ദ്രൻസിനെ കുറിച്ചിട്ട് പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്കൊക്കെ അത് ഭയങ്കര അഭിമാനം തന്നെയാണ്. കാരണം നമ്മുടെ മലയാളത്തിൽ നിന്നുള്ളൊരു നടൻ അന്യഭാഷയിൽ പോയി അവരുടെ പ്രശംസ ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ എന്തായാലും 11 മണി വരെ കാത്തിരിക്കുക അല്ലേ. കറുപ്പെന്ന സിനിമ കണ്ടിട്ട് നമ്മൾ സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും.